ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മീൻകറി വെക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മൾ. ഞാൻ വെക്കണില്ല, ചേച്ചി മാത്രം. ഞാൻ വേറെ ടേസ്റ്റർ. നമ്മളിന്ന് മലക്കറി വാങ്ങിക്കാനായിട്ട് ഈവനിങ് പോയപ്പോൾ അവിടെ ഒരു മീൻ വിൽക്കുന്നത് കണ്ടേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിയതാണ്. ഇത് വളർത്തു മീൻ എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേര് നമുക്ക് അത്രയ്ക്ക് അറിയത്തില്ല. ഒരു ബ്ലാക്ക് കളർ മീനായിരുന്നു. എന്തായാലും ഇത് നമുക്ക് വച്ചു നോക്കാം, എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു, പക്ഷെ നമ്മൾ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വളർത്തുന്ന മീനാണ്, ബ്ലാക്ക് കളറാണ്, നല്ല ചെതുമ്പലക്കുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്താണ് റെസിപ്പീസ്, ഇതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മീനാണ്. മീനില്ലാതെ മീൻകറി വെക്കാൻ പറ്റില്ല. പിന്നെ അല്ലാതെ നമുക്ക് വേണ്ടത് വറുക്കാനായിട്ടുള്ള തേങ്ങ. പിന്നെ നമ്മളിന്ന് കുടംപുളി ഇട്ടാണ് മീൻ വയ്ക്കാൻ പോകുന്നത്, അപ്പോൾ നല്ല കുടംപുളി വേണം. പിന്നെ അല്ലാതെ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവപ്പൊടി, നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതാണ്, കുരുമുളക് പൊടി, ഇത് ഇത്രയും വേണം. പിന്നെ നല്ല മണത്തിന് ലാസ്റ്റ് ഇടാനായിട്ട് കുറച്ച് നല്ല നാടൻ കരിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ സോറി, ഞാൻ പറയാൻ മറന്നുപോയി. നമുക്ക് എന്താണ് അരപ്പൊഴിക്കുന്നതിന് മുമ്പ് നല്ല മണത്തിന് വഴറ്റാനായിട്ടുള്ള കുരുകുര അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്താണ് കൊച്ചുള്ളി, പച്ചമുളക്, ഇത് ഇത്രയാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് തേങ്ങ വറുത്തെടുക്കാം. ഓക്കെ. ദൈവമേ, ഇതെന്താവോ എന്തോ, അല്ലെങ്കിൽ അമ്മ കൊല്ലും. ഇന്ന് അടുക്കളയും കൊളാക്കി. അതെ, അമ്മ വയ്ക്കാൻ പോയപ്പോൾ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞ അഹങ്കാരത്തിൽ കയറിയതാണ്. അപ്പം ആദ്യം നേരം തേങ്ങ വറുക്കാം. നല്ല സൂപ്പറായിട്ട് അമ്മ ഒന്ന് വയ്ക്കും. കഴിച്ചിട്ട് അവരുടെ അവസ്ഥ എന്താവും. കരണ്ടി എത്തില്ല, ഗ്യാസ് ഓൺ ആക്കിയില്ല. ഗൈസ് കണ്ടില്ലേ, ഇതാണ് അവളുടെ. ആദ്യം നമ്മൾ ഗ്യാസ് ഓൺ ആക്കണം, അതിനുശേഷം തേങ്ങ വറുക്കണം. ഇത്രയും കഴിവുള്ള ഒരു കുക്ക് അത് ഒരിടത്തും കിട്ടൂല. പച്ചണ പണിക്ക് പോകാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുക്കണം. ഇന്ന് ഞാനൊരു കലക്കും. ഓക്കെ, കണ്ടോ ഗൈസ്, ഇങ്ങനെ നല്ല ഇതായിട്ട് തേങ്ങ വറുക്കാം. അപ്പം നമ്മുടെ തേങ്ങ നല്ല വറുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ല പച്ചമണമൊക്കെ മാറി നല്ല വറുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് ക്ലോസ് ചെയ്തിട്ട് നല്ല രീതിയിൽ മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പൊഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുന്ന. കുറച്ച് നീങ്ങി നിൽക്കണം, അല്ലെങ്കിൽ അത് പൊട്ടി നമ്മുടെ മണ്ടയ്ക്ക് തട്ടി. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി കൂടെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ല രീതിയിൽ വഴറ്റി എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമ്മൾ പുളി ചേർത്തിട്ടില്ല. നമ്മൾ പുളി ഇനി അടുത്താണ് ചേർക്കുന്നത്. നമ്മളിതിൽ കുടംപുളി മാത്രമേ ചേർക്കുള്ളൂ. അപ്പം അരപ്പ് നല്ല തിളച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. അപ്പം എന്താ, ഒന്ന് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അരപ്പ് അതിലേക്ക് കഴുകി. ഇതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അറുത്ത് വച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഫുള്ളിട്ടല്ല തിന്നാൻ പറ്റുമോ? ഇതിൽ ഇത്രയും ഉപ്പ് വേണം. ഞാൻ 2 കരണ്ടി ഉപ്പാണ് ഇട്ടത്.
കൂടുതലല്ല, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ മീൻ നല്ല രീതിയിൽ തിളക്കട്ടെ. ഇവിടെ നിന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പുളിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ചേക്കാം, തിളക്കട്ടെ. അപ്പം നമ്മുടെ മീൻ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുക. ഒരു 4-5 പീസ് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പുളി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ വേറെ പുളിയൊന്നും ചേർത്തിട്ടില്ല. അപ്പം നല്ല രീതിയിൽ കുടംപുളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ലേറ്റ് നൈറ്റ് കുക്കിംഗ് ആണ് ഗൈസ്. ഇവിടെ എല്ലാവരും വിശന്ന് കഴിച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ടാലേ അതിൻ്റെതായ ഒരു മണം നമുക്ക് മീൻ കറിക്ക് കിട്ടത്തുള്ളൂ. ആവശ്യത്തിന് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അതിനെ അടച്ചു വയ്ക്കാം. നമ്മൾ നമ്മുടെ മീൻകറി തുറന്ന് നോക്കാൻ പോവുകയാണ്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത്തി കൂടെ മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടാൽ നല്ല മണം വരും. ലാസ്റ്റ് ആകുമ്പോൾ നല്ല ഇതായിരിക്കും. നമുക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ലാസ്റ്റ് ആകുമ്പോൾ എന്താണ് ആകുന്നത്? നല്ല ടേസ്റ്റ് ആയാൽ മതിയായിരുന്നു. മൂക്കിൽ കയറുന്ന നല്ല മണം. നല്ല നാടൻ കരിവേപ്പിലയാണെങ്കിൽ നല്ല മണമായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഇരിക്കട്ടെ, കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. നല്ല രീതിയിലൊന്ന് നല്ല എത്ര നേരം ഇരിക്കണം? 12 മണിക്കെങ്കിലും ചോറ് ചെയ്യാൻ കഴിയോ? ഇല്ല, ജസ്റ്റ് ഒരു തിളപ്പ് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ മീൻകറി ഇത്തിരി കൂടെ നല്ല വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പില കയ്യിലേക്കൊന്ന് നല്ല ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്താ, നമുക്ക് മീൻകറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാം. നല്ല പുളി നല്ല ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇനി നമ്മളെ കുഞ്ഞു വാങ്ങ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പൊ മണം അടിച്ച് അവന് വരെ വിശപ്പ് തുടങ്ങിയെന്ന് തോന്നുന്നു. മണം അടിച്ചത് കൊതിയായി. കൊള്ളാവോ? സൂപ്പർ ആയിട്ടുണ്ടോ നോക്കി പറ. ഗുഡ്. പൊക്കോ. സൂപ്പർ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീഡിയോ എടുത്ത ആൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എങ്ങനെയുണ്ട് നോക്കൂ, എങ്ങനെയുണ്ട്? കൊള്ളാം. ചെറിയ ഉപ്പ് കൂടിപ്പോയത് പോലെ തോന്നുന്നില്ല. പോടി, ഉപ്പ് കറക്റ്റ്. കൊള്ളാം. ഓവറോൾ സൂപ്പറാണ്. അപ്പം നമ്മുടെ മീൻകറി നല്ല റെഡി ആയിട്ടുണ്ട്. ഉപ്പ് കൂടിയിട്ടൊന്നുമില്ല, അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്. നല്ല കറക്റ്റ് ഉപ്പും പുളിയും ഒക്കെ ആയിട്ടുണ്ട്. മീൻകറി വെക്കാനും അറിഞ്ഞൂടെ, ടേസ്റ്റ് ചെയ്യാനും അറിഞ്ഞൂടെ. പിന്നെ എന്തിനാണ് വന്ന് നിന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂട്ടി ഒരു ചോറൊരു പിടി പിടിക്കാം. അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ അതുപോലെ ഇനിയും നമ്മുടെ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നിങ്ങൾ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ടാറ്റാ, ഗുഡ് നൈറ്റ്.